എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും വിവാഹത്തിന്റെ ദോഷങ്ങൾ എങ്ങനെ ജാതകത്തിൽ നിന്ന് മനസ്സിലാക്കാം എന്നാണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു. ലാസ്റ്റ് വീഡിയോയിൽ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് അതിന്റെ സാധ്യതകൾ വരുന്നതെന്ന്. അപ്പോൾ അതുപോലെ തന്നെ വേറെ സാധ്യതകളാണ്. ഇത് ഒരു ജാതകമാണ്, ഒരു ഡിവോഴ്സായ ജാതകത്തിന്റെ സാധ്യതകളിൽ നിന്ന് എടുത്തതാണ്. എൻ്റെ ഇത്രയും കാലത്തെ ജാതക നിരീക്ഷണത്തിൽ നിന്നും എൻ്റെ കൺസൾട്ടേഷൻ ഞാൻ എടുത്തതിൽ നിന്നും എനിക്ക് അനുഭവപ്പെട്ട ഭയങ്കരമായിട്ട് അത്രയും കോമൺ ആയിട്ടുള്ളത്, തീർച്ചയായും നടക്കാം എന്നുള്ളതെന്ന് എടുക്കുന്ന കുറച്ച് പോസിബിലിറ്റീസും സാധ്യതകളുമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാവുന്നത് നിങ്ങൾക്കും കൂടി അറിയണം. നിങ്ങൾക്കും സ്വന്തമായി കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരോ അല്ല കല്യാണം കഴിച്ച് ജീവിതത്തിൽ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്കും ഇതൊരു അറിവായിക്കോട്ടെ. അവർക്കും അവരുടെ ജാതകം പരിശോധിച്ച് ഈ സാധ്യതകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു നല്ലൊരു വഴി ആയിക്കോട്ടെ, അവർക്കൊരു വഴി തുറക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ജാതകത്തിലേക്ക് വരുമ്പോൾ, ഇത് തുലാം രാശിയിൽ ദുർലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ ജാതകമാണ്. അയാളുടെ ഏഴാം ഭാവം എന്ന് പറയുന്നത് മേടം രാശിയാണ്. അവിടെ സൂര്യൻ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആറാം ഭാവത്തിൽ ശുക്രൻ വന്നിരിക്കുന്നു. കൂടെ നീചനായ ബുധനും ഇരിക്കുന്നുണ്ട്. വ്യാഴം 12ലാണ് പോയിരിക്കുന്നത്. ഏഴാം ഭാവാധിപനായ ചൊവ്വ 6ലും 10ലും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സാധ്യതയാണ് നമുക്ക് കാണിക്കുന്നതാണ്. അതായത് മേടം രാശിയിൽ ശനി നീചനാവുന്ന സ്ഥലത്ത് സൂര്യൻ ഇരിക്കുന്നു. ശുക്രൻ 6ൽ ഇരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ പറഞ്ഞതുപോലെ തന്നെ ശുക്രൻ 6-12 പോവുക, വ്യാഴം 6-12 പോവുക, അതുപോലെ ഏഴാം ഭാവാധിപന് എന്തെങ്കിലും ഇഷ്യൂസ് കാണിക്കുക. ഇപ്പൊ നമ്മൾ ഏത് ഒരു ജാതകം നോക്കുമ്പോഴും വിവാഹമാണ് നോക്കുന്നത്, വിവാഹദോഷമാണ് നോക്കുന്നതെങ്കിൽ ഏഴാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹം, ഏഴാം ഭാവാധിപന്റെ ബലം ശുക്രൻ, അതുപോലെ തന്നെ വ്യാഴം പെൺജാതകത്തിൽ, സ്ത്രീ ജാതകത്തിൽ വ്യാഴത്തിന് നോക്കേണ്ടതാണ്. അപ്പോ ഈ ജാതകത്തിലേക്ക് വരുമ്പോൾ ഏഴാം ഭാവത്തിൽ സൂര്യൻ ഇരിക്കുന്നു. അതായത് മേടം രാശിയിൽ സൂര്യൻ ഇരിക്കുന്നു, ചൊവ്വയുടെ ക്ഷേത്രത്തിൽ സൂര്യൻ ഇരിക്കുന്നു. ഏഴാം ഭാവാധിപൻ നീചനായി 10ലിരിക്കുന്നു, അതും ചൊവ്വയാണെന്ന് നിങ്ങൾ ആലോചിക്കുക. ഏഴാം ഭാവാധിപൻ 10ൽ നീച സ്ഥാനത്തിരിക്കുമ്പോൾ വ്യാഴം 12ൽ പോയി, ഗുരു 12ൽ പോകുന്നു, ശുക്രൻ 6ൽ നിൽക്കുന്നു നീചനായ ബുധന്റെ കൂടെ. ഇത് തന്നെ ഒരു വിവാഹദോഷത്തിനുള്ള ഒരു കാരണമാണ്, മെയിൻ കാരണമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, 12ാം ഭാവാധിപന് 6ലേക്ക് കണക്ഷൻ ഉള്ളത് നിങ്ങളിത് സൂക്ഷിച്ചോളണം. 12ാം ഭാവാധിപനായ ബുധൻ 6ൽ നീചനായിരിക്കുന്നു. 12-6 കണക്ഷൻ ഏഴാം ഭാവത്തിന് ദോഷം വന്നിട്ട് ആ ജാതകത്തിൽ 12-6 കണക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായും അതൊരു ഡിവോഴ്സ് ജാതകം എന്ന് ഉറപ്പിച്ച് നമുക്ക് അടിവരയിട്ട് പറയാം. ഒരുപാട് അനുഭവം എനിക്കുണ്ട്. ഒരുപാട് ജാതകത്തിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. റിപ്പീറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബുധൻ വന്ന ഇതുണ്ട്. മിഥുനത്തില് ബുധൻ ഇതുപോലെ 12ാം ഭാവാധിപനായിട്ട് 6ൽ വന്ന ഒരുപാട് ജാതകങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ബുധൻ ഒരു കോമൺ ഫാക്ടറായിട്ട് ഞാൻ പല ജാതകത്തിലും കണ്ടിട്ടുണ്ട്. ബുധൻ മാത്രമല്ല, വേറെ പലതും ഉണ്ട്. ഏഴാം ഭാവത്തിന് എന്തെങ്കിലും ക്ഷതമേറ്റ് എന്തെങ്കിലും ദോഷമായ ഉണ്ടെങ്കിൽ, ഇത് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, 12-6 കണക്ഷനും കൂടി ആ ജാതകത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ടൊക്കെ ഉറപ്പിക്കാം ഈ വിവാഹ ജീവിതം നന്നായി പോവില്ല എന്ന്. പ്രത്യേകിച്ച് ആ ദശയും കൂടി വരുമ്പോൾ, ദശയും അപഹാരവും മെയിനാണ്. ഏത് ജാതകത്തിൽ നോക്കുമ്പോഴെങ്കിലും ദശാകാലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏഴാം ഭാവത്തിന്റെയോ ഏഴാം ഭാവാധിപന്റെയോ ദശയോ അപഹാരമോ നടക്കുന്ന സമയത്ത് ഉറപ്പായും ഇത് സംഭവിക്കാം. ഈ ഒരു സാധ്യതയിൽ ഞാൻ കണ്ടിരിക്കുന്നത് സൂര്യന്റെ ദശാകാലത്ത്, അതായത് ഏഴാം ഭാവത്തിലിരിക്കുന്ന സൂര്യന്റെ ദശയിൽ ഏഴാം ഭാവാധിപനായ ചൊവ്വയുടെ അപഹാരത്തിലായിരുന്നു ഇവർ വേർപിരിഞ്ഞത്, സെപ്പറേറ്റ് ആയത്. അപ്പോൾ ഇതൊരു സാധ്യതയാണ് മൊത്തത്തിൽ. അങ്ങനെ ബുധന്റെ അപഹാരം, ആ ഒരു കാലം, ശുക്രൻ, ഇതൊക്കെ വരുമ്പോഴേക്കും അവര് ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയി അവസാനം ഡിവോഴ്സിലേക്ക് എത്തുന്ന ഒരു ജാതകമായിരുന്നു ഇത് മൊത്തത്തിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഇതൊരു ഫീമെയിൽ ജാതകം കൂടിയാണ്. കൂടാതെ ഹസ്ബൻഡിനെ സൂചിപ്പിക്കുന്ന
ഫീമെയിൽ ജാതകത്തിൽ വ്യാഴം 12-ൽ പോയതും ദോഷമാണ്. വ്യാഴം ഒരു ജാതകത്തിൽ നിങ്ങൾക്ക് ഞാനൊരു ക്ലൂ തരാം. ഒരു ജാതകത്തിൽ വ്യാഴം 12-ലോ 2-ലോ സ്ത്രീ ജാതകത്തിൽ, പ്രത്യേകിച്ച് സ്ത്രീ ജാതകത്തിൽ വ്യാഴം 2-ൽ പോണത് ദാമ്പത്യ ദുരന്തമാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോ ഈ ഒരു ജാതകത്തിന്റെ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, സാധ്യതകൾ. അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം. പരിഹാരങ്ങളൊക്കെ അവസാനം ഒരു വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന്. പരിഹാരത്തിനേക്കാളും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഇതിനനുസരിച്ച് മാറ്റുക എന്നതാണ്. 12-6 കണക്ഷനൊക്കെ ഒരു ലീഗൽ ഇഷ്യൂസ് നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു വിധേന അത് ഉറപ്പായിട്ടും കടന്നു വരും. പ്രത്യേകിച്ച് ദശയൊക്കെ നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു രീതിയിലുള്ള ലീഗൽ ഇഷ്യൂസ്, നമ്മൾ കല്യാണം കഴിച്ചിട്ടുള്ളതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉറപ്പായിട്ടും വരും. ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ 7-ാം ഭാവാധിപൻ 10-ൽ പോകുന്നത് സ്വാഭാവികമായും ജോലിക്കൊക്കെ, കല്യാണം കഴിഞ്ഞ് ഉയർന്ന ജോലിയൊക്കെ കിട്ടാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ പോലും ഇതുപോലെ നീചനായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ജോലിപരമായിട്ടുള്ള ഇഷ്യൂസ് മാരേജ് ലൈഫിൽ വന്ന്, കുടുംബജീവിതത്തിൽ വന്ന് അത് വലിയൊരു കലഹമായി അവസാനം ഡിവോഴ്സിലേക്കൊക്കെ വരാനുള്ളത് ഭയങ്കര ചാൻസ് കൂടുതലാണ്. വളരെ ചാൻസ് കൂടിയ ഒരു ജാതകമാണ് ഇങ്ങനത്തെ സാധ്യതകളൊക്കെ. അപ്പം ഈ സാധ്യതകളൊക്കെ നിങ്ങൾ പരിശോധിക്കുക. നിങ്ങളതിലൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ജീവിതശൈലി മാറ്റണം. എന്തൊക്കെ വരാമെന്ന് നമുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് എവിടെയൊക്കെ നമുക്കതിനെ പ്രതിരോധിക്കാം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് നമ്മുടെ ലൈഫിൽ വരും. അത് വരാതിരിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറയുന്ന ഒരു ദിവസം, ആ ദശാകാലം അപഹാര സമയങ്ങളൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ ആയിരിക്കില്ല, ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ ഈ ദശാകാലം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ സമയത്ത് തന്നെ വന്നതും കണ്ടിട്ടുണ്ട്. അതുപോലെ ചിലപ്പോൾ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം. നമ്മൾ നേരവും കാലവും സമയവും ഇപ്പോഴത്തെ പഴയ സാഹചര്യമല്ല ഇപ്പോഴത്തെ സാഹചര്യം. ഇപ്പോൾ ഡിവോഴ്സ് റേറ്റ് കൂടുതലാണ്. അപ്പൊ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ ജാതകം നോക്കാനും ഇതിന്റെ ഫലങ്ങൾ പറയാനും. അപ്പൊ ഇതാണ് ഒരു ജാതകം. ഇനി നമുക്ക് അടുത്തൊരു ജാതകം നോക്കാം. ഈ ജാതകം 2 തവണ ഡിവോഴ്സ് ആയ ജാതകമാണ്. ഇതിൽ വേറെയും ഗ്രഹങ്ങളുണ്ട്, ഞാനത് കാണിക്കുന്നില്ല. കാരണം 7-ന്റെ എടുക്കുന്നതുകൊണ്ട് 7-ാം പൊസിഷന്റെ കാര്യങ്ങൾ മാത്രവും 7th ഹൗസിന്റെ വിവാഹത്തിന്റെയും കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കൂടുതൽ മനസ്സിലാവാൻ, വേറെ കോംപ്ലിക്കേഷൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ ഒരു കണക്ഷൻസ്, എങ്ങനെയാണ് ആ കണക്ഷൻസ് വന്ന് ഡിവോഴ്സ് ആവുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ലഗ്നം വന്നിരിക്കുന്നത് മകരം രാശിയിലെ ലഗ്നം വന്നിട്ടുണ്ട്. കൂടാതെ 7-ാം ഭാവത്തിൽ ചൊവ്വ നീചനായിട്ടിരിക്കുന്നു. കർക്കിടക രാശിയാണ് 7-ാം ഭാവം. 7-ാം ഭാവത്തിൽ ചൊവ്വ നീചനായിട്ടിരിക്കുന്നു. കൂടെ ശുക്രനും ബുധനും ഇരിക്കുന്നുണ്ട്. ശുക്രന് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരു ഗ്രഹമാണ് ബുധൻ. ബുധന്റെ കൂടെ ശുക്രൻ ഒരിക്കലും ചേരില്ല. അത് നിങ്ങൾ ഓർത്തു വെക്കണം എപ്പോഴും. ശുക്രൻ ബുധൻ കോമ്പിനേഷൻ അത്ര നല്ലതല്ല. കൂടാതെ ഇവിടെ നീചനായ ചൊവ്വയുടെ കൂടെ 7-ാം ഭാവത്തിൽ ശുക്രൻ ഇരിക്കുന്നത് വളരെ മോശമാണ്. അതായത് ചൊവ്വയും ശുക്രനും ചേർന്ന ഭയങ്കര ദോഷമാണ്. അത് പ്രത്യേകിച്ച് 7-ലൊക്കെ വന്നിരുന്നാലേ നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ള രീതി കണ്ടിട്ടുണ്ട്. ഈ വേറെ ഒരു അവിഹിതങ്ങളും 2-3 ബന്ധങ്ങളും കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. കൂടാതെ 7-ാം ഭാവാധിപൻ ഈ ജാതകത്തിൽ 11-ൽ നിൽക്കുന്നു, നീചനായിട്ട് നിൽക്കുന്നു. 7-11 എന്ന് പറയുന്ന കണക്ഷൻ നല്ല കണക്ഷനാണ്. ഒരു വിവാഹ ജീവിതത്തിന് നല്ലൊരു കണക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ. അത് എന്താണെന്ന് വെച്ചാൽ 7-11 പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നതിനേക്കാളും ഒരു നല്ലൊരു വിവാഹ ജീവിതം, ഭൗതികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ ഒരു നല്ലൊരു വിവാഹ ജീവിതം വീട്ടിലേക്ക് പോകാനുള്ള യോഗമാണത്. സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്ന ഇത് വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതിപ്പോ നീചനാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ജാതകത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ 7-11 നീചനായിട്ടിരിക്കുമ്പോൾ ഇവിടെ ചന്ദ്രനാണെന്നും കൂടി ആലോചിക്കുക. 7-11 നീചനായിട്ടിരിക്കുമ്പോൾ ഇവിടെ ചന്ദ്രനും കൂടിയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. നീചനാണ്. അപ്പോൾ എങ്ങനെ അത് നമ്മുടെ മാനസികമായി ഈ വിവാഹ ജീവിതം ബാധിക്കും? ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ 7-11 വരുമ്പോൾ സറൗണ്ടിങ്സും കൂടി വരും. അപ്പോൾ ആ ഒരു നമ്മുടെ സർക്കിളും തമ്മിലും വിവാഹ ജീവിതം തമ്മിലൊക്കെ ഒരുപാട് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ നേരിടേണ്ടി വരും. കൂടാതെ ചൊവ്വ ശുക്രൻ ബുധൻ, ഇവിടെ ചൊവ്വ നീചനായിട്ടിരിക്കുമ്പോൾ വലിയ തോതിലുള്ള വഴക്ക് ശുക്രന്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ.
എന്തൊക്കെയാണെന്ന്. ആ കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള വഴക്കും ബുധന്റെ കള്ളത്തരങ്ങളും എല്ലാം കൂടി ഒരു പൊട്ടിത്തെറി നടക്കുന്ന ഒരു വിവാഹ ജീവിതമായിരിക്കും ഉറപ്പായിട്ടും. കൂടാതെ ഇവിടെ രണ്ടാം ഭാവം നമ്മൾ ഉണ്ടാക്കുന്ന സ്വന്തമായ കുടുംബത്തിൽ കേതു ഇരിക്കുന്നു, 8ൽ രാഹുവുമുണ്ട്. 8ലെ രാഹു എപ്പോഴും നമ്മൾ കയറി ചെല്ലുന്ന വീടായിട്ട്, 8ാം ഭാവമാണ് നമ്മുടെ ഇൻലോസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഭർത്താവിന്റെ വീടോ ഭാര്യ വീടോ ഉദ്ദേശിക്കുന്നത് 8ാം ഭാവം കൊണ്ടാണ്. അപ്പോൾ ആ ഭാവത്ത് രാഹു ഇരിക്കുന്നതും പാപനായ ഗ്രഹങ്ങൾ ഇരിക്കുന്നതും നമുക്ക് വിവാഹശേഷം അവരുടെ വീട്ടുകാർ തമ്മിലുള്ള ഒരു ശത്രുതയോ വഴക്കുകളോ ദോഷമാണത് മൊത്തത്തിൽ. അപ്പോൾ ഈ ജാതകത്തിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് കാണുമ്പോൾ നമുക്ക് 7ാം ഭാവം എടുത്തു നോക്കാം. 7ൽ നീചനായി ചൊവ്വ ഇരിക്കുന്നു, ശുക്രന് പാപബന്ധം ഏറ്റു കഴിഞ്ഞു. ശുക്രൻ ഇരിക്കുന്നത് ശത്രുവിന്റെയും കൂടെയാണ്. കാരകോ നാശം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ശുക്രൻ 7ാം ഭാവത്തിന്റെ കാരകനായ ശുക്രൻ 7ലിരുന്ന് നശിക്കുന്നതിനെയാണ് നമ്മൾ അത് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനേക്കാളും വലിയൊരു ദോഷമായിരിക്കും വിവാഹ ജീവിതത്തിൽ സംഭവിക്കുക. അത് തന്നെയാണ് ഈ ജാതകത്തിൽ നടന്നത്. 2 വിവാഹം കഴിച്ചു, രണ്ടും ഡിവോഴ്സിലേക്ക് വന്നു കഴിഞ്ഞു. കൂടാതെ ഈ ജാതകത്തിൽ 7ാം ഭാവാധിപനായ ചന്ദ്രൻ 11ൽ നീചനുമായി എന്നുള്ളതും നമ്മൾ വളരെ നോക്കിക്കാണേണ്ട ഒരു സാധ്യതയാണ്. അപ്പോൾ ഇതാണ് വേറൊരു ജാതകത്തിന്റെ സാധ്യതകൾ. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും ഇങ്ങനെ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ. കൺജക്ഷൻസും അതുപോലെ കണക്ഷൻസും ഗ്രഹങ്ങളുടെ ഹൗസുകൾ തമ്മിലുള്ള കണക്ഷൻസും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നോക്കി കാണാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് എങ്ങനെയായിരിക്കും ഈ ലൈഫ് പോയിട്ടുണ്ടാവുക എന്ന്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ ജാതകങ്ങൾ, ഒരു 2-3 ജാതകങ്ങൾ കൂടി ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ പരിഹാരങ്ങളും എന്തൊക്കെ നമുക്ക് ചെയ്യാം, റെമഡീസ് ചെയ്യാം എന്നുള്ളൊരു വിവാഹ ദോഷങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ ഒന്നും കൂടി നമുക്ക് ഒരു കൺക്ലൂഷനായി ചെയ്തിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഇത് ലോങ് ആയി പോകും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 ജാതകം കാണിച്ചു നിർത്തുന്നത്. ഇപ്പോൾ നമ്മൾ ടോട്ടലി ഒരു 3 കണക്ഷൻസും ഇത് കാണിച്ചു കഴിഞ്ഞു. ഇനി 2-3 കണക്ഷൻസും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അത് ബാക്കിയൊക്കെ നിങ്ങൾ ഇത് വെച്ച് പഠിക്കണം, എന്നാലത് മൊത്തത്തിൽ മനസ്സിലാവും. നമുക്ക് എല്ലാം ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല. ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ ഒരു ഇത് വെച്ച് പഠിക്കുക. 7-6, 7-8, അതുപോലെ 7-12 കണക്ഷൻ വരുന്നത്. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ 7ാം ഭാവത്തിന്റെ ദോഷങ്ങൾ നോക്കണം. 7ാം ഭാവത്തിലും പാപഗ്രഹങ്ങൾ ഇരിക്കുക. 7ാം ഭാവാധിപന് ക്ഷതമേൽക്കുക. അപ്പൊ 7ാം ഭാവാധിപൻ വേറെ ഗ്രഹങ്ങളുടെ കൂടെ ഇരിക്കുക. 7ാം ഭാവാധിപൻ ഇരിക്കുന്നത് അഷ്ടമ നക്ഷത്രത്തിന്റെ കൂടെ ഇരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് ദോഷങ്ങൾ വരും. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ അതൊന്നും കൂടി പരിചയപ്പെട്ടിട്ട് നമുക്ക് ഈ 7ാം ഭാവത്തിന്റെ ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങളും കൂടി കഴിഞ്ഞിട്ട് ബാക്കി ഇതിലേക്ക് കിടക്കണം. വേറെ ഇങ്ങനത്തെ ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും സബ്ജക്റ്റുകളും സംസാരിക്കാം ഈ ചാനലിലൂടെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്ക് വേണ്ടിയിട്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.